അഡ്വക്കേറ്റ് ജിജി ജോസഫ്, ഇവിടെ മേരി ടീച്ചർ രാഷ്ട്രീയം നോക്കാതെ ഏത് രാഷ്ട്രീയമാണെങ്കിലും നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടികളെയും കണക്കിന് വിമർശിക്കുന്ന, ഒരു മടിയില്ലാതെ വിമർശിക്കുന്ന ഒരു ടീച്ചറാണ്, സാമ്പത്തിക വിദഗ്ധയാണ്. മേരി ടീച്ചർക്ക് ഇപ്പോൾ തോന്നുന്നു അന്ന് നരേന്ദ്രമോദി അവിടെ വന്നൊഴുക്കിയ കണ്ണീര് മുതലക്കണ്ണീരാണോ എന്ന് തോന്നുന്നുണ്ട് ഒരു നിഷ്പക്ഷമായ മേരി ടീച്ചർക്ക്. ജിജി ജോസഫ്, ഇന്ന് കോടതിയിൽ കാര്യങ്ങൾ വന്നു. കോടതിയെ കണക്ക് പറഞ്ഞ് കേരളം ബോധ്യപ്പെടുത്തുകയാണ്. കോടതി കേന്ദ്രത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അടിയന്തരമായി എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ, അത് പറ എന്ന് പറയുകയാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന എയർ ബില്ല് അത് സാധാരണമാണ്, എല്ലാ സംസ്ഥാനം കൊടുക്കുന്നതാണ് എന്നാണല്ലോ ന്യായീകരണം. കോടതി ചോദിക്കലാണ്, ഇത്ര നാൾ നിങ്ങൾ കാത്തിരുന്നില്ലേ? ഈ ദുരന്തകാലത്ത് പൈസ ഇല്ലാതെ പൈസ കെഞ്ചി ചോദിക്കുമ്പോഴാണോ കേന്ദ്രമേ നിങ്ങളിത് ചോദിക്കുന്നത്? ഒരു 6 മാസം കൂടി കാത്തിരുന്നുകൂടെ? കോടതിക്ക് വരെ അത് മാജിക്കൽ റിമൈൻഡർ, ഒരു മാന്ത്രിക ഓർമ്മപ്പെടുത്തലാണ് എന്ന് കോടതിക്ക് വരെ തോന്നുകയാണ്. ഇന്ന് കോടതിയിൽ കേന്ദ്രത്തിന് കിട്ടിയ തിരിച്ചടിക്ക് കയ്യും കണക്കുമുണ്ടോ ജി ജോസഫ്? അല്ല, നമ്മളിതിനെ അങ്ങനെയൊന്നും കണ്ടെന്നേ. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാ സർക്കാരുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബില്ല് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വയനാട്ടിൽ നടന്ന പ്രളയമായിട്ട് ബന്ധപ്പെട്ട് KSEB അല്ലെങ്കിൽ ബാക്കിയുള്ള വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റിനൊക്കെ എല്ലാവരും ബില്ല് കൊടുത്തത് കേരള സർക്കാരിന്റെ ഇതിൽ നിന്നും കൊടുത്തല്ലെന്നേ. അങ്ങനെയൊക്കെ ബില്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കൊടുക്കുക, അതൊരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2006 തൊട്ടുള്ളതാ, ഇതുവരെ അതൊന്നും കൊടുത്തിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വലിയ വൈകാരികമായി ഇടപെടുകയും വൈകാരികമായി പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് സാധാരണ ഒരു പ്രോസസ്സ് നടത്തുന്നതാണ് എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്ന് കാണണം എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു രാഷ്ട്രീയപരമായിട്ട് പറയുമ്പോൾ ഇതെല്ലാം പറയാം. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായ കാര്യമല്ല. കേന്ദ്ര സർക്കാരിനെ എല്ലാ സമയത്തും കുറ്റപ്പെടുത്താം. അല്ല, ഞാൻ ചോദിച്ചത് രാഷ്ട്രീയ വിമർശനമല്ല. ഞാൻ ചോദിച്ചത് കോടതി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് കോടതി പറഞ്ഞതാണ്. അല്ല, ബില്ലുകൾ കൊടുത്തതിന്റെ കണക്ക് ഞാൻ പറയണോ? ബില്ലുകൾ കൊടുത്തതിന്റെ കണക്ക് ഞാൻ പറയണോ? 2019 2018 ഒക്കെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഓരോ പേജ് വൈസുള്ള ബില്ലുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആഷ്മിക്ക് അയച്ചു തരാം. ജോസഫ്, ഇവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വിമർശനത്തിന്റെ ഭാഗമായി പറയുന്നതല്ല. കോടതി ചോദിക്കുന്നത് എന്താണ്? 2016-17 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത്? മറുപടി ഉണ്ടോ? എന്താണ് വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രം ഇക്കാര്യം അത്ഭുതകരമാണെന്ന് പറയുന്നു. ഇതിന് സാഹചര്യം എന്താണ്? സാഹചര്യം രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം കഴിഞ്ഞ് 5ാമത്തെ മാസമാകാൻ പോവാ. 5ന്റെ നയാ പൈസ തരുന്നില്ലെന്ന് മാത്രമല്ല, പൈസ ഇങ്ങോട്ടുതാ എന്ന് ചോദിക്കുക. അധർമ്മമല്ലേ ജിജി? അധർമ്മമല്ലേ? അല്ല, ഇത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ഇങ്ങനെ ഇതേക്കുറിച്ച് ഇങ്ങനെ പറയല്ലേ? ഇത് ആരാ ഈ ലോ ഉണ്ടാക്കിയതാരാ? 70കളിൽ ഉണ്ടാക്കിയ ലോ ആരാ ഉണ്ടാക്കിയത്? കോൺഗ്രസ് അല്ലേ? അത് കഴിഞ്ഞ് UPA കാലത്തുണ്ടായില്ലേ ഈ ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോ? അന്ന് ഈ CPM അല്ലേ അവിടെ ഉണ്ടായിരുന്നത്? ഈ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ഓഫീസുകളുടെ ഫീസ് KSEB ഊരിയിട്ടില്ലേ? അതൊക്കെ അതുപോലൊന്നും ഇവിടെ ആരൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് റിമൈൻഡർ ആണ്, ഇത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. മുൻ കേന്ദ്രമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. അപ്പോഴും നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു രാഷ്ട്രീയപരമായിട്ടേ കാണുന്നുള്ളൂ. ഇത് ഇങ്ങനെയല്ല കാണേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ ഇനി അല്ലാതെ പറയുന്നതൊക്കെ പറഞ്ഞോ. അല്ല ജിജി, എന്റെ ചോദ്യം രാഷ്ട്രീയ ചോദ്യമായിരുന്നില്ല. ചാമക്കാലയും പ്രകാശ് മാഷ് സംസാരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവർ പറയുന്ന രാഷ്ട്രീയമാവട്ടെ. ഞാൻ ചോദിക്കുന്നത് എന്താണ്? ഞാൻ ചോദിക്കുന്നത് കോടതി ചോദിച്ചതാണ്. ഈ പറയുന്ന രീതിയിൽ ഒരു സംസ്ഥാനം കേണു നിൽക്കുന്ന സമയത്താണോ ഇത് ചോദിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായ ചോദ്യമല്ലേ ജിജി? അതിന് മറുപടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി ചോദിച്ചാൽ ഇവിടെ ആരെങ്കിലും ജപ്തി ചെയ്യാൻ പോകുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും ജപ്തി? അത് കേന്ദ്ര സർക്കാർ മറുപടി പറയട്ടെ. അത് കേന്ദ്ര സർക്കാർ സാധാരണ എന്റെ അറിവിനനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന രീതിയിൽ എപ്പോഴും ബില്ലുകൾ വരികയൊക്കെ ചെയ്യും. ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, സൈന്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവർ ഓരോ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത് ചെലവഴിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ബില്ലുകൾ എപ്പോഴാണ് റൈസ് ചെയ്യുന്നത്, അവർ റിമൈൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇത് ഏത് കാലത്തുള്ള നിയമമാണ്, ആരൊക്കെ ഭരിച്ചിരുന്നപ്പോൾ ഈ നിയമം ഉണ്ടായിട്ടുണ്ട്, ആരാണ് ഈ നിയമം കൊണ്ടുവന്നത്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. കോടതിയും അത് പരിശോധിക്കട്ടെ. കോടതിയും സെൻട്രൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആരെങ്കിലും അതിനെ ഓർമ്മപ്പെടുത്തട്ടെ അടുത്ത ദിവസം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ കാര്യത്തെക്കുറിച്ച്.
ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന രീതിയിൽ കോടതി അതിന്റെ ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളത് അത് മുഴുവൻ ഈ സർക്കാരിനെ വിലയിരുത്തലാക്കരുത്, അല്ലെങ്കിൽ സർക്കാർ എതിരെ വന്ന് നിൽക്കുകയാണ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് അതിന് കാരണം എന്താണ്? ഇടയ്ക്കൊരു കാലത്ത് 153 കോടി കിട്ടിയാൽ പറഞ്ഞു, ഒരു 153 കോടി വയനാടിന് വേണ്ടി കൊടുത്ത കാര്യം പറഞ്ഞു, ചർച്ചകളുമെന്ന് എല്ലാവരും പറഞ്ഞു, കോടതിയിലും പറഞ്ഞു തോന്നുന്നു 153 കോടി. ലാസ്റ്റ് കോടതിയിലേക്ക് ഈ പേപ്പർ വന്നപ്പോഴത്തേക്കാ ബുക്ക് അഡ്ജസ്റ്റ്മെന്റാ, പേപ്പറിലേ ഉള്ളൂ 153 കോടി, കയ്യിൽ 5 പൈസ കിട്ടിയിട്ടില്ല, കയ്യിൽ 5 പൈസ കിട്ടിയിട്ടില്ല, കിട്ടിയത് വട്ടപൂജ്യമാണ് 153 കോടി. അതിനകത്ത് ഇന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് 638 കോടി രൂപ നീക്കിയിരിപ്പ് അത് ചില പദ്ധതികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് ആ അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്നത് 22-23 പേജിൽ പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ പ്രളയകാലത്ത് ഉണ്ടായിരിക്കുന്ന റോഡ് നവീകരണത്തിന് ആ റോഡ് നാശം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പൈസ നീക്കി വെച്ചിരിക്കുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 22 മുതൽ 112 വരെയുള്ള പേജിലും അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ റോഡ് നവീകരണത്തിനും പിന്നീട് മറ്റൊന്ന് വയനാട്ടിലേക്കൊക്കെ വേറെ ഒരുപാട് ചെലവുകൾ അവർ നീക്കി വെച്ചായി പറഞ്ഞിട്ടുണ്ട്. 61 കോടി രൂപയാണ് ഇനി ബാക്കിയുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഇതിനെ എടുക്കേണ്ടത് ഇത് ഞാൻ പറയുന്ന ഒരു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലൊരു യുദ്ധമായിട്ടല്ല ഇതിനെ കൊണ്ടുപോകേണ്ടത്. ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വിശദമായ അത് എന്താണ് പരിഹാരത്തിന്റെ കൊടുക്കുന്നതിന്റെ പേപ്പറുകളുടെ പ്രശ്നം എന്താണ്? ഒരു പ്രശ്നവുമില്ല സാറേ, ഒരു പ്രശ്നവുമില്ല ജിജി, ഒരു പ്രശ്നവുമില്ല. തമിഴ്നാട് ദുരന്തമുണ്ടായ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ്, കേന്ദ്ര സംഘം അവിടെ എത്തി, വൈകുന്നേരം ആയപ്പോഴേക്കും 920 കോടി പടപടയെന്നിട്ട് കൊടുത്തില്ലേ? അപ്പൊ കേന്ദ്രത്തിന് അറിയാം എന്തുകൊണ്ടാണത്. അത് പൂർണ്ണമായി വിവേചനാധികാരമാണ്. ഇവിടെ പ്രധാനമന്ത്രി വന്ന് കണ്ടു, പ്രധാനമന്ത്രിക്ക് 100% തീരുമാനിക്കാൻ അടിയന്തര സഹായം 5 നയാ പൈസ കൊടുത്തോ ജിജി? 5 നയാ പൈസ കൊടുത്തു. തമിഴ്നാട്ടിൽ കൊടുക്കാമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് തന്നൂടാ? തമിഴ്നാട്ടിലെ കനിമൊഴി എന്താ പറഞ്ഞേ? അല്ല, അത് വേറെ കാര്യം. ഞാൻ ചോദിക്കുന്നതാണ് കനിമൊഴി എന്താ പറഞ്ഞത്? കനിമൊഴി പറഞ്ഞു ഇവിടെ കേരളത്തിന് വേണ്ടി പോയി ചോദിക്കേണ്ട ഒരു കേന്ദ്രമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. കേന്ദ്രമന്ത്രി അവിടെ ഇങ്ങനെ കൈയൊക്കെ മലർത്തി തലയൊക്കെ ആട്ടി ചിരിച്ചുല്ലസിച്ച് ഗോഷ്ഠി കാണിച്ചപ്പോൾ കനിമൊഴി പറഞ്ഞു ഇത് തന്നെയാണ്, ഈ കൈമലർത്തൽ തന്നെയാണ് കേന്ദ്രം ചെയ്യുന്നത് പറഞ്ഞു. നല്ല കാര്യമാണത്. പക്ഷെ പ്രശ്നം അവിടെയല്ലല്ലോ. യാഥാർത്ഥ്യം നിൽക്കുന്നത് എന്താണ്? തമിഴ്നാട് ഫിഞ്ചാൽ ചുഴലിക്കാറ്റുണ്ടായി, അവിടെ കേന്ദ്ര സംഘം രാവിലെ പോയി അതെ കേന്ദ്രത്തിന്റെ കൈമളത്തെ പറ്റി പറഞ്ഞ ഇതൊന്നും കേൾക്കൂ. ഈ അടുത്ത ദിവസം ഉണ്ടായതാ. കേന്ദ്ര സംഘം രാവിലെ പോയി, കേന്ദ്ര സംഘം വൈകിട്ടായപ്പോഴേക്കും 900 കോടി അനുവദിച്ചു. ഏത് മെമ്മോറാണ്ടം, ഏത് കണക്ക്, ഏത് പേപ്പർ? കേന്ദ്രത്തിന്റെ വിവേചനാധികാരം. ഇവിടെ 2012 പ്രളയം ഉണ്ടായില്ലേ സാറേ? അന്ന് രാജ്നാഥ് സിംഗ് വന്നില്ലേ? അന്ന് പോയിട്ട് 500 കോടി പ്രഖ്യാപിച്ചു. ഏത് മെമ്മോറാണ്ടം, ഏത് നിവേദനം? അപ്പോൾ ഒരു എമ്പതി എന്നൊരു സംഭവമുണ്ട്, ഒരു കരുണ എന്നൊരു സംഭവമുണ്ട്. അതില്ല. അതങ്ങ് സമ്മതിക്കും ജിജി. പിന്നെന്തിനാ ഈ കനിമൊഴി എഴുന്നേറ്റ് നിന്ന് പാർലമെന്റിൽ കേരളത്തെ കുറിച്ച് മാത്രമല്ല പറഞ്ഞു, അവർ തമിഴ്നാടിനെ കുറിച്ചും പറഞ്ഞു. ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞോ? അവർ തമിഴ്നാടിനെ കുറിച്ചും പറഞ്ഞില്ലേ? അതുകൊണ്ട് അവർക്ക് പരാതി ഉണ്ടല്ലോ. തമിഴ്നാടും ചോദിക്കുമ്പോൾ കൈ മടത്തി കാണിക്കുകയാണ്, ഇതുപോലെയാണ് കൈ മടത്തി കാണിക്കലാണ് പരാതിയല്ല. അവർ സുപ്രീം കോടതിയിലാണ്. എന്താണ് അതിനു മുമ്പ് മറ്റോ ചുഴലിക്കാറ്റ് അടിക്കുമ്പോഴേക്കും പൈസ കിട്ടാതെ അവർ കോടതിയിലുണ്ട്, സുപ്രീം കോടതിയിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് വ്യവഹാരം വഴി നമ്മളുണ്ടല്ലോ കോടതിയിൽ. ഞാൻ ഏറ്റവും അടുത്ത ദിവസം ഉണ്ടായ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ്. ഏറ്റവും അടുത്തൊരു ദിവസം ഉണ്ടായ ഒരു സംഭവം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കനിമൊഴി BJP സർക്കാരാണോ? അല്ല. തമിഴ്നാട് BJP സർക്കാരാണോ? അല്ലെന്നേ. അവിടെ കൊടുത്തില്ല. അപ്പൊ നമുക്ക് വിവേചനാധികാരം, അങ്ങനെ ഒരു വിവേചനാധികാരം നമുക്കൊരു വിവേചനം ഇല്ലെന്നേ. അത് അങ്ങനെ ഒരു വിവേചനം ഇല്ലെന്നേ. ശരിയെങ്കിൽ ജിജി പറ. അവിടെ തമിഴ്നാട്ടിൽ രാവിലെ കേന്ദ്ര സംഘം പോയി കാണുകയും വൈകുന്നേരമായപ്പോഴേക്കും 900 കോടി അനുവദിക്കാമെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രി വന്ന് കാണുകയും നമ്മുടെ സംസ്ഥാന ഖജാനയിൽ നിന്ന് 32 ലക്ഷം പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടി മാത്രമായി എന്നാണ് കണക്ക്. അവിടെ ഹെലിപ്പാഡ് ഉണ്ടാക്കാനും മറ്റുമായി ഇപ്പൊ പോയി കണ്ട എല്ലാ സാമ്പത്തിക സഹായം ഉണ്ടെന്ന് പ്രഖ്യാപിക്കുകയും പോയി കണ്ടിട്ടും തമിഴ്നാടിന് അനുവദിച്ച അടിയന്തര സഹായം പോലും കേരളത്തിന് നൽകാത്തത് എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജിജി? അല്ലെ, 2 തവണയായിട്ട് 145.6 കോടി രൂപ വെച്ച് കിട്ടിയില്ലേ? അതിനുശേഷം 153.47 കോടി രൂപ വകയിരുത്തി എന്നാ പറയുന്നേ. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. വയനാടിന് വേണ്ടി ഒരു ചുക്കുണ്ടായിട്ടില്ല. വയനാടിന് വേണ്ടി 153 കോടി തന്നു എന്ന് നിങ്ങൾ വാദിച്ചു, നമ്മളത് വിശ്വസിച്ചു. ഉത്തരവ് വന്നു. ഉത്തരവ് വായിച്ചപ്പോ എന്താ? പേപ്പറിൽ അഡ്ജസ്റ്റ് ചെയ്തു. താങ്കൾ നേരത്തെ പറഞ്ഞ ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്തു.
വയനാടിന് വേണ്ടിയല്ലെന്നേ, എങ്ങനെ ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്തു? 153 കോടി. ഞാൻ വായിക്കണോ? ഞാൻ ഉത്തരം വായിച്ചു തരാം. കണക്ക് പിടിച്ചോ? ഞാൻ ഉത്തരം വായിച്ചു തരാം. പഴയ കണക്ക് പിടിച്ചോ? 145.6 2 പ്രാവശ്യം SDRF ഫണ്ടായിട്ട് കിട്ടിയത് അത് എങ്ങനെയാന്ന് പറയുന്നത്? ഞാൻ ഉത്തരം വായിക്കാം. ഉത്തരം പറയുന്നത് അറിയോ? ഉത്തരം പറയുന്നത് taking into account the opening balance on 1st April 2024 received from Office of the Account General so and so as the amount of rupees 153.467 crore approved by the HLC from NDRF is less than the 50% of the balance available in the SDRF amount, the net outgo from the NDRF will be nil for instant calamity. എന്ന് പറഞ്ഞാൽ എന്താ? 153 കോടി നമുക്ക് കിട്ടിയ എത്ര രൂപയാ? ആനമുട്ട. കേന്ദ്രം സംസ്ഥാനത്തിന്റെ ഉത്തരവാ. അടുക്ക് ജിജി. അല്ലെന്നേ 145.6 വെച്ച് 2 പ്രാവശ്യം കിട്ടിയത് എങ്ങനെയാ? അത് SDRF ആണേ. അത് മറ്റു സംസ്ഥാനം കിട്ടിയിട്ടില്ലേ? കണക്കാതാണോ? കേരളത്തിന് 145 കോടി കിട്ടുമ്പോഴത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആയിരക്കണക്കിന് കോടികളാ. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പൊ ഹിമാചലിന് ആ കണക്കിൽ 196 കോടിയാ. ഹിമാചൽ നമ്മളൊക്കെ ചെറിയ സംസ്ഥാനമാണോ? 196 കോടിയാ കൊടുത്തത് എന്ന് പറയുന്ന ഫണ്ടാണ് നമുക്ക്. പീനട്സ് ആയിരുന്നു, പീനട്സ്. തൽക്കാലം നിങ്ങൾ SDRF ഫണ്ട് എടുത്ത് വിനിയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ടല്ലോ. SDRF ഫണ്ടല്ലേ എല്ലാ ദുരന്തത്തിനും ഉപയോഗിക്കുന്നത്. ശരി, നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ചതാണ്. SDRF ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വീട് വെക്കാൻ അതിൽ നിന്ന് ചിലവാക്കാൻ കഴിയുന്ന പരമാവധി 1,37,000 രൂപ ചില്ലുവാനും രൂപ മാത്രമാണ്. അതിൽ നിന്ന് പൈസ എടുത്ത് ആവശ്യത്തിന് അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത് ഇടുക്കി ഡാമിന്റെ താഴെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൈപ്പ് വെച്ച് കുടിച്ചു പറ്റിക്കുക എന്ന് പറയുന്ന മട്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. മാനദണ്ഡം എല്ലാവർക്കും അറിയാം. പിന്നെയും SDRF എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാനദണ്ഡം ഒരു തോട്ടിക്കളയണം. അങ്ങനെ കേന്ദ്രം പറയണം ഒരു മാനദണ്ഡം SDRFന് ബാധകമാണ്, നിങ്ങൾ ചിലവാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. ആഷ്മി, ഞാനൊരു കാര്യം പറയട്ടെ, ഒറ്റ കാര്യം. അതായത് 2 സർക്കാരുകൾ, കോൺഗ്രസ് സർക്കാരുകൾ, അവര് ഇവിടെ വീട് വെച്ച് കൊടുക്കാം എന്നൊക്കെ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞാണല്ലോ. ഇവിടെ വീട് വെച്ച് കൊടുക്കാം, നിങ്ങൾ സ്ഥലം കാണിക്കുക, ഇല്ലെങ്കിൽ സ്ഥലം ഞങ്ങൾ മേടിച്ചോളാം, ഇതൊക്കെ പറയണ്ടല്ലോ. സർക്കാർ എന്താ ചെയ്ത്? അല്ല, അത് നമുക്ക് പ്രകാശനോട് ചോദിക്കാം. അല്ല, കാരണം ഞങ്ങളല്ല. പക്ഷെ അത് അല്ല, ബഹുമാനപ്പെട്ട ജ്യോതികുമാർ ചാമക്കാല തന്നെ അതിനെ കുറിച്ച് പറയുന്നതാണ് എന്റെ വിശ്വാസം. കാരണം KC വേണുഗോപാൽ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഈ സർക്കാർ ഈ ദുരന്തത്തിനെ ഏത് രീതിയിൽ കണ്ടു, അതിനെ ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്, ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ. ശരി. അല്ല, ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തിന് അനാസ്ഥയുണ്ടെങ്കിൽ അത് കണിശമായി നമ്മൾ ചോദ്യം ചെയ്യും. പക്ഷെ അതിന് തമിഴ്നാടിന് ഈ പറഞ്ഞ 900 കോടി കൊടുക്കാമെങ്കിൽ കേരളത്തിന് പ്രധാനമന്ത്രി വന്ന് കണ്ടിട്ട് പോയിട്ട് 5 നയാ പൈസ കൊടുക്കാതിരിക്കാൻ മുട്ടാപ്പോക്ക് പറയുന്നതിന് ഒരു ന്യായമല്ല. ശ്രീജിജി, ഞാൻ എത്താൻ കേട്ടോ.